നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാവിലെ ആശംസിക്കുകയാണ്. ഇന്ന് മെയ് മാസം 31 ഞായറാഴ്ചയാണ്. ഒരു മാസം കൂടി കടന്നു പോവുകയാണ്. നാളെ ജൂൺ പിറക്കുമ്പോൾ മഴക്കാലമാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ്. പുതിയ ബാഗും കൂടെയൊക്കെ ആയിട്ട് അവർ സ്കൂളിലേക്ക് പോകുന്ന സന്തോഷം അത് നാളെ രാവിലെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ കൂടി വരികയാണ്. വേനലവധിയുടെ ആ 2 മാസക്കാലമൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ പോകുന്നതാണെങ്കിലും ഇന്നത്തെ ദിവസം ഞായറാഴ്ച അവധി ദിവസമാണെങ്കിൽ പോലും വാർത്തകൾക്ക് കുറവില്ല. ഒരുപാട് വാർത്തകൾ ഇന്ന് മഴക്കാലമാണ്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മുൻകരുതൽ കൂടി എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് നോക്കാം ആദ്യം തലക്കെട്ട്. മഴക്കാലം വരവായി. കാലവർഷം കന്യാകുമാരി തീരത്ത് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ജൂൺ 3 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യും. കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അടുത്ത ആഴ്ചയെത്തും. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അക്രമത്തിൽ CPM-ന് കോടതിയിൽ തിരിച്ചടി. രാജ്യത്തിനെതിരായ കുറ്റകൃത്യമെന്ന നിരീക്ഷണം. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നിരസിച്ചു. ആസൂത്രിത എന്നതിന് തെളിവുണ്ടെന്ന് കോടതി. ഇതുവരെ അറസ്റ്റിലായത് 25 പേർ. പോലീസ് കസ്റ്റഡിയിൽ 3 പേരും. കേസിൽ CMR-നും ഇഡിക്കും നാളെ നിർണായകം. കർണാടകയിൽ ഇനി DK സർക്കാർ. 3-ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ലോക് ഭവനിൽ സിദ്ധരാമയ്യയ്ക്കും മറ്റ് നേതാക്കൾക്കുമൊപ്പം ഗവർണറെ സന്ദർശിച്ച് DK. മുഖ്യമന്ത്രി VD സതീശന് ഇന്ന് 62ാം പിറന്നാൾ. ജന്മനാടായ പറവൂരിൽ ജന്മദിനം ആഘോഷിക്കാൻ സതീശൻ. ആശംസകൾ നേർന്ന് രാഷ്ട്രീയ കേരളം. മുൻ പൊതുമരാമത്ത് മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ TU കുരുവിളയ്ക്ക് അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് കോതമംഗലത്ത്. അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും. മുഖ്യമന്ത്രിക്ക് അപമാനകരമായ പോസ്റ്റിട്ടെന്ന പേരിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി. സസ്പെൻഷൻ പിൻവലിപ്പിച്ചത് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട്. ആറ്റിങ്ങൽ മോഡൽ HSS പ്രിൻസിപ്പൽ ജവാദിനെ സസ്പെൻഡ് ചെയ്തത് നാളെ വിരമിക്കാനിരിക്കെ. കാസർഗോഡിനെ ആശങ്കയിലാക്കി ഭർതൃവീടുകളിൽ യുവതികളുടെ ആത്മഹത്യകൾ. ഒരാഴ്ചക്കിടെ ജീവനൊടുക്കിയത് 4 പേർ. ആത്മഹത്യകൾക്ക് കാരണം ഗാർഹിക പീഡനമെന്ന് വ്യക്തമായിട്ടും അനങ്ങാതെ പോലീസ്. ഉന്നത ഇടപെടൽ വേണമെന്ന ആവശ്യം. പട്ടാമ്പിയിൽ ആരോഗ്യ ഭീഷണി ഉയർത്തി. മത്സ്യമാർക്കറ്റിലെ അവശിഷ്ടങ്ങൾ പാടത്ത് കെട്ടിക്കിടക്കുന്നു. കുമിഞ്ഞുകൂടാൻ കാരണം മാലിന്യ സംസ്കരണത്തിലെ കാര്യക്ഷമതക്കുറവ്. അറവ് മാലിന്യങ്ങളും പാടത്ത് തള്ളുന്നു. നിസ്സംഗതയ്ക്കെതിരെ സമരത്തിനിറങ്ങാൻ BJP. നെടുങ്കണ്ടം തേവാരം മെട്ടുപാതയ്ക്ക് വീണ്ടും സാധ്യത തെളിയുന്നു. ഇടുക്കിയിൽ തമിഴ്നാട്ടിലേക്ക് കുറഞ്ഞ ദൂരത്തിലെത്തുന്ന പാതയിലൂടെ കാൽനടയായി എത്തി കമ്പം MLA. പ്രതീക്ഷയുടെ വഴി വെട്ടിത്തുറന്ന ജഗന്നാഥ് മിശ്രയ്ക്ക് ആനക്കല്ലിൽ ഇടുക്കിക്കാരുടെ സ്വീകരണം. IPL-ൽ ഇന്ന് ഫൈനൽ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം രാത്രി 7:30 അഹമ്മദാബാദിൽ. വിരാട് കോഹ്ലിയിൽ പ്രതീക്ഷ അർപ്പിച്ച RCB. ഗുജറാത്തിന്റെ കരുത്ത് ശുഭ്മാൻ ഗിൽ. രാവിലെയിലേക്ക് നമ്മൾ വിശദമായി കടക്കുമ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വൈകുകയാണ്. ആവശ്യമെങ്കിൽ പേർഷ്യൻ ഗൾഫിൽ പോരാട്ടം പുനരാരംഭിക്കാൻ US സൈന്യം തയ്യാറാണെന്നും ആദ്യ ദിവസത്തേക്കാൾ ശക്തമായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞു. അമേരിക്ക തങ്ങളുടെ നാവിക ഉപരോധം തുടരുന്നതിനിടെ നയതന്ത്രത്തെ വഞ്ചിച്ചുവെന്ന് ഇറാൻ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് മൊഹ്സെൻ റസായിം ആരോപിക്കുന്നുണ്ട്. അജയ് സുദാബിജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്.
ഈ എല്ലാം കഴിഞ്ഞു, ശുഭാവസാനം ആയി, പശ്ചിമേഷ്യയിൽ സമാധാനം പിറക്കുന്നു എന്നൊക്കെ നമ്മൾ കരുതിയതാണ്. പക്ഷേ എന്താണ് ഇത്ര താമസം? എന്താണ് ട്രംപ് പ്രഖ്യാപിക്കാത്തതെന്നും? ഇപ്പോൾ ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം തന്നെയാണ് ട്രംപിൻ്റെ ഒരു മൗനം. എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിലപാടുകളെടുത്ത് മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ആവശ്യമെങ്കിൽ ഭീഷണിയും മുഴക്കി മുന്നോട്ട് പോരുന്ന നേതാവായിരുന്നു ട്രംപ്. പക്ഷേ ഈ സിറ്റുവേഷൻ റൂമിൽ വെച്ചുള്ള ട്രംപിൻ്റെ തൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിട്ടുള്ള യോഗം, ആ യോഗത്തിന് ശേഷമുള്ള ട്രംപിൻ്റെ പ്രതികരണം തീർച്ചയായിട്ടും ഇതുവരെയുള്ള ട്രംപിൻ്റെ പ്രതികരണങ്ങളിൽ ഏറ്റവും നിർണായകമാകുമായിരുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ തീരുമാനമാകുമായിരുന്നു ആ യോഗത്തിന് ശേഷം ട്രംപ് എടുക്കാൻ പോകുന്ന ആ ഡിസിഷൻ. പക്ഷേ എല്ലാവരും കാതോർത്തിരുന്ന ആ തീരുമാനം അത് ഇപ്പോഴും എന്നെന്നില്ലാതെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ട്രംപ് ഇങ്ങനെ ഒരു മൗനം തുടരുന്നത് എന്ന് ആർക്കും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതുവരെ എന്തെങ്കിലും കാര്യത്തിന് ട്രംപ് എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുകിൽ ട്രൂ സോഷ്യൽ വഴി ഒരു പോസ്റ്റോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് ഒരു പ്രതികരണമോ നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവനയും വന്നിട്ടില്ല. US-ന്റെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഞങ്ങൾ പേർഷ്യൻ ഗൾഫ് വഴി പോരാട്ടം ഇനിയും ആരംഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അദ്ദേഹം ഒരു സാഹചര്യം മുന്നോട്ട് വെച്ചിട്ടാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഇറാൻ തങ്ങളുടെ സമാധാന കരാർ തള്ളിക്കളയുകയാണെങ്കിൽ പോരാട്ടം മുന്നോട്ട് ആരംഭിക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് പീറ്റ് ഹെഗ്സെറ്റ് നൽകുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപീകരിച്ചിട്ടുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനുള്ള കരട് രേഖ, അതിനെ സംബന്ധിച്ചുള്ള ചില വിശദാംശങ്ങൾ ട്രംപ് തന്നെ തൻ്റെ ട്രൂ സോഷ്യൽ അക്കൗണ്ട് വഴി ഈ വൈറ്റ് ഹൗസിലുള്ള യോഗത്തിന് മുൻപ് പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഈ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ഒന്നും തന്നെ നടത്താത്തത്. അപ്പോൾ ഈ യോഗത്തിന് ശേഷം ഇറാനിയൻ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അതായത് ഈ ട്രംപ് പറഞ്ഞിട്ടുള്ള പല അവകാശവാദങ്ങളും തെറ്റാണ് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ആരോപിച്ചത്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗതം, അതുപോലെ ഇറാന്റെ ആണവ പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യം, ഇതെല്ലാം ട്രംപ് അവകാശപ്പെടുന്നത് തെറ്റാണ് എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല ഇറാന്റെ ചില മുതിർന്ന ഭരണാധികാരികളും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ഇപ്പോൾ പീറ്റ് ഹെഗ്സെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു പ്രതികരണം വരുന്നത്. അതായത് എന്തെങ്കിലും തരത്തിൽ ഇറാൻ തങ്ങളുടെ ഈ സമാധാന കരാർ തള്ളിക്കളയുകയാണെങ്കിൽ പോരാട്ടം പുനരാരംഭിക്കാനും മടിക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പീറ്റ് ഹെഗ്സെറ്റ് നിലവിൽ നടത്തിയിട്ടുള്ളത്. അതേസമയം ഇറാനിലും ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സർക്കാരിന് വലിയ പിന്തുണയുമായി ജനക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ സർക്കാർ തലത്തിൽ വലിയ ഭിന്നതകൾ ും നേതാക്കൾ തമ്മിൽ ഐക്യമില്ലെന്നും അമേരിക്ക നിരന്തരം പറയുന്ന പശ്ചാത്തലത്തിലാണ് നിലവിൽ സർക്കാരിന് പിന്തുണയുമായി ഇത്ര വലിയ ഒരു ജനക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങിയത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഈ വലിയ റാലി അവിടെ അരങ്ങേറിയത്. മാത്രമല്ല ഇനി അടുത്തൊരു പോരാട്ടം ആരംഭിക്കുകയാണെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ ഉൾപ്പെടെ മേഖലയിലേക്ക് എത്തിച്ച് ഈ പോരാട്ടം കൂടുതൽ സജ്ജമാക്കാൻ തന്നെയാണ് ഇറാന്റെ ഒരു നീക്കം. അതേസമയം നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ലെബനനിലുള്ള ആക്രമണം അത് ഇപ്പോഴും നിർദാക്ഷിണ്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് അംഗമൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമുണ്ട്. കൂടുതൽ കുട്ടികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നുള്ള ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. യുഎനും നിരവധി മനുഷ്യാവകാശ സംഘടനകളും ഇസ്രായേലിനോട് ഈ ഒരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. ഈ തെക്കൻ ലെബനിലുള്ള കൂടുതൽ മേഖലകളിലേക്ക് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക തന്നെയാണ് ഇസ്രായേൽ നിലവിലെ സാഹചര്യത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലെബനനിൽ നടക്കുന്ന പോരാട്ടം ഉൾപ്പെടെ അവസാനിപ്പിച്ചാലേ ഇറാൻ ഒരു സമാധാന കരാറിന് പൂർണ്ണമായിട്ടും തയ്യാറാകൂ എന്നുള്ളതും ഇവിടെ ഒരു പ്രതിസന്ധിയായി തുടരുകയാണ്. പക്ഷേ അമേരിക്ക ഇത്തരമൊരു ആവശ്യം അംഗീകരിക്കുന്നില്ല. US-ഉമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അമേരിക്കയ്ക്ക് നിലവിലുള്ളൂ. പക്ഷേ ലെബനൻ അത് വലിയൊരു തലവേദനയായി
US മുന്നിൽ ഇപ്പോഴുമുണ്ട്. ലെബനന്റെ കാര്യം കൂടി പരിഗണിക്കാതെ ഇറാൻ ഒരു കരാറിന് തയ്യാറാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ട്രംപ് ഉടൻ തന്നെ ഒരു പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ട്രംപിന്റെ ഈ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ഭാവി മാത്രമല്ല, വിപണിയുടെ ഭാവിയും ഇതിനെ അടിസ്ഥാനമാക്കി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, നാളെ ഏഷ്യൻ മാർക്കറ്റ് തുറക്കും. അതിനുശേഷം ഈ എണ്ണവിലയിൽ ഉൾപ്പെടെ വലിയൊരു പ്രതിഫലനം കാണാൻ സാധിക്കും. അതെല്ലാം ട്രംപിന്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. അജയ്, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് നശിപ്പിക്കണം എന്നുള്ള കാര്യം, മറ്റൊന്ന് ഹോർമസ്, ഇത് രണ്ടുമായിരിക്കുമല്ലോ സ്വാഭാവികമായും അവിടെ ഒരു തടസ്സമായി ഒരു കരാറിലേക്ക് എത്താൻ വിഘാതമായി നിൽക്കുന്ന കാര്യം. അപ്പോൾ എന്താണ് ഇറാൻ്റെ ഒരു നിലപാട് എന്താണ്? അപ്പോൾ അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് ഒന്നെങ്കിൽ യുദ്ധത്തെ നേരിടുക അല്ലെങ്കിൽ കരാർ ഒപ്പിടുക എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകുന്നു. പക്ഷേ എങ്കിലും ടെഹ്റാൻ ഇതിലൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ. ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം, ആ യുറേനിയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സഹായത്തോടെ US നശിപ്പിച്ച് കളയും എന്നുള്ളതാണ്. ഇതിൽ US-ന്റെ ഒരു പങ്ക് അതൊരിക്കലും എടുത്തു കളയാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർ എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ള ഓഫറൊക്കെ അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചതാണ്. പക്ഷേ ട്രംപ് ഇതിനൊന്നും സ്വീകാര്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അമേരിക്ക ഇത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സഹായത്തോടെ നശിപ്പിക്കും എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ട്രൂ സോഷ്യൽ പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിലാണെങ്കിലും വ്യക്തമാക്കുന്ന കാര്യം. പിന്നെ ഇറാൻ ഇനി ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കരുത്, ഭാവിയിലാണെങ്കിലും ഇത്തരം നീക്കങ്ങൾ നടത്തരുത് എന്നുള്ള ഒരു ആവശ്യം കൂടി ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരം ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇറാൻ അംഗീകരിച്ചാൽ മാത്രമേ സമുദ്രതലത്തിൽ അമേരിക്ക നടത്തുന്ന ഉപരോധങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, എല്ലാ കാര്യങ്ങൾ ശുഭകരമായി നടക്കുകയാണെങ്കിൽ പതിയെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ മരവിപ്പിച്ചു വെച്ചിട്ടുള്ള സ്വത്തുവകകൾ വിട്ടു നൽകുന്നതും മറ്റ് സാമ്പത്തിക ഉപരോധങ്ങൾ എടുത്തു കളയുന്നതും പരിഗണനയിലുണ്ടെന്നും ട്രംപ് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുന്ന നീക്കങ്ങൾ, അതിലാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്ന് ഇറാനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുകയാണ്. അപ്പോഴാണ് IRGCയുമായി അടുത്ത് നിൽക്കുന്ന ചില ഇറാനിയൻ മാധ്യമങ്ങൾ ഈ ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു തീരുമാനവുമായിട്ടില്ല, ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിലും ഈ സമാധാന കരാറിലുമാണെങ്കിലും ഈ ആണവ വിഷയങ്ങളൊന്നും തന്നെ തങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചില ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത്. അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതിന് ഒരു പ്രതികരണമായിട്ടാണ് പീഠെക്സെറ്റ് കഴിഞ്ഞ ദിവസം തങ്ങൾ യുദ്ധം ആരംഭിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി തന്നെ ഇത്തരം ഒരു പ്രതികരണം നടത്തുന്നത് തീർച്ചയായിട്ടും ഇറാനെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഇത്തരത്തിൽ കൂടുതൽ ഇറാനെ വരിഞ്ഞു മുറുക്കാനായിട്ട് US ശ്രമിക്കുന്നുണ്ട്. ഇതിന് ഇറാന്റെ തുടർ പ്രതികരണം എന്താകും എന്നുള്ളതും തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. 2 ദിവസം ഇറാനിൽ ഉൾപ്പെടെ ആക്രമണങ്ങളൊക്കെ US-ന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ തിരിച്ചടി എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു സമാധാന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധിയായി നിൽക്കുന്നത് ട്രംപ് തൻ്റെ തീരുമാനം അറിയിക്കുന്നത് ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നതിലാണ്. ശരി, അജയ് സുധാബിജു ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്നത്. എന്തായാലും അനിശ്ചിതമായി കാര്യങ്ങൾ നീളുകയാണ്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കാലവർഷം അടുത്ത 4 ദിവസത്തിനുള്ളിൽ കേരള തീരത്ത് തൊടും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്നലെ മഴയെ തുടർന്ന് തലസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. സാരംഗ്, ആദ്യം നമുക്ക് കാലാവസ്ഥ അറിയിപ്പിലേക്ക് പോകാം. എങ്ങനെയാണ് ഇന്ന് കാര്യമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടോ? രണ്ടാമത് നമ്മൾ പോകേണ്ട തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടാണ്. നമ്മൾ പതിവായി കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ പറ്റി ഒരുപാട് പറയും, പക്ഷേ ഇത്തവണ തിരുവനന്തപുരം ആദ്യ മഴയിൽ തന്നെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാരംഗ്.
എൽദോ തീർച്ചയായും ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും മഴ മുന്നറിയിപ്പ് തലസ്ഥാനത്തും ഒപ്പം മറ്റ് ജില്ലകളിലുമുണ്ട്. 6 ജില്ലകൾ തന്നെ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ യെല്ലോ അലേർട്ട് ആയിരുന്നു പകൽ സമയങ്ങളിൽ. വൈകുന്നേരത്തോടു കൂടി മഴ കനത്തതോടെ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും, അതായത് 50 മുതൽ 60 വരെ പരമാവധി 60 കിലോമീറ്റർ വേഗത വരെ പോകാവുന്ന കാറ്റിനടക്കം സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 26-ാം തീയതി ആയിരുന്നു കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്ന് അറിയിച്ചത്. പക്ഷേ അത് പിന്നീട് മാറുകയായിരുന്നു. ഇപ്പോൾ എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ മഴ അധികം വൈകാതെ മൺസൂണിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത അറിയിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് ഇടയ്ക്കിടെ, അതായത് യെല്ലോ അലേർട്ട് അറിയിക്കുകയാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ അത് പിന്നീട് ആ മുന്നറിയിപ്പിൽ മാറ്റം വരുന്നുമുണ്ട്. എന്തിനായാലും ഈ മഴ തുടർച്ചയായി തന്നെ മുന്നോട്ട് പോയി മൺസൂണിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ മുന്നറിയിപ്പുകൾ നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നെ അറബിക്കടലിന് മുകളിലായി ഒരു ചക്രവാത ചുഴിയടക്കം നിലനിന്നതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയടക്കം ഇടവിട്ടുകൊണ്ടുള്ള ശക്തമായ മഴക്കും കാരണമായിരുന്നത്. ഇനി കാലവർഷം എത്തുന്നതോടുകൂടി സ്വാഭാവികമായിട്ടുള്ളൊരു മഴയിലേക്കും ഇനി എത്താനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ ഇത്തവണ കാലവർഷം ദുർബലമായിരിക്കും അല്ലെങ്കിൽ ശക്തി കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിന് മുൻപ് അറിയിച്ചിരുന്നു. പക്ഷേ മഴ മുന്നറിയിപ്പുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ മഴയ്ക്ക് തന്നെയാണ് തുടക്കത്തിൽ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പ്രധാനമായും നമുക്കറിയാം, ഒരു ശക്തമായ മഴ പെയ്ത് മൺസൂൺ ആരംഭിക്കുമ്പോഴാണ്, കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി മഴ പെയ്യുമ്പോഴാണ് നഗരങ്ങളിലും തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലടക്കം തമ്പാനൂരിലടക്കം വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങനെയായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപവും ഒപ്പം തമ്പാനൂരും ചാക്കയിലുമടക്കം വെള്ളക്കെട്ട് ശക്തമായി രൂപപ്പെടുകയും ചെയ്തിരുന്നു. അത് പൊതുഗതാഗതത്തിനും ജനങ്ങൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു. എന്തിനായാലും കഴിഞ്ഞ ദിവസം മേയറുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇത് കോർപ്പറേഷന് തന്നെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. ഒരു സമഗ്രമായ ഒരു പദ്ധതി ഇതിൽ ആവശ്യമാണ്. എന്നാൽ മാത്രമേ ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടക്കം സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ടിന് അല്ലെങ്കിൽ മഴ തുടങ്ങുമ്പോൾ തന്നെയുള്ള ഒരു വെള്ളക്കെട്ട് എന്നൊരു പ്രശ്നത്തിൽ ഉള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളെന്നാണ് കഴിഞ്ഞ ദിവസം വി രാജേഷ് അടക്കം പ്രതികരിച്ചത്. എന്തിനായാലും വരും ദിവസങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോൾ പോലും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വിശദീകരണം, മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടത്തിയിരുന്നു. പക്ഷേ ഇത് ഈ ഒരു അപര്യാപ്തത, ഈ ഒരു സംവിധാനത്തിൻ്റെ അപര്യാപ്തത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശേഷിക്കുറവ് കൊണ്ടാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. അതിലെന്തായാലും ഒരു ശാശ്വത പരിഹാരം കാണാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. അതിൽ സർക്കാർ കൃത്യമായി ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മേയർ പ്രതികരിച്ചത്. എന്തിനായാലും മഴ വരുന്ന ദിവസങ്ങളിൽ തുടരും. നമുക്കറിയാം, നാളെ ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. സാധാരണ ആ ദിവസങ്ങളിൽ ശക്തമായ മഴ നമുക്ക് സാധാരണ രീതിയിൽ ലഭിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ മഴ തുടരാനാണ് സാധ്യത. അതിൻ്റെ ശക്തിയും ഒരു കാറ്റിൻ്റെ വേഗതയും അടക്കം മാറി മറിയുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തുടനീളം അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് കൂടുതലായും അതിനുശേഷം വടക്കൻ മേഖലകളിലേക്കും മഴ വർദ്ധിച്ചു വരാനാണ് സാധ്യത. എൽദോ റൈറ്റ്, നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. അവിടെ ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഈ മുന്നൊരുക്കങ്ങളുണ്ടായ പാളിച്ച തന്നെയാണ് വെള്ളക്കെട്ടിന് കാരണം. കൊച്ചി സാധാരണയായി മഴ പെയ്യുമ്പോൾ വലിയ തോതിൽ വെള്ളക്കെട്ടൊക്കെ ആദ്യം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കൊച്ചിയിലെ പ്രത്യേകിച്ച് സൗത്തിലെ KSRTC സ്റ്റാൻഡൊക്കെ അവിടെയൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ദുരിതമാണ്. കൊച്ചിക്കാരെന്ത് പറയുന്നു? എൽദോ, വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല. ഞാൻ കേൾക്കായിരുന്നു സാരംഗ പറഞ്ഞതെല്ലാം തന്നെ സാധാരണഗതിയിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളാണ്. മഴയുടെ തുടക്കത്തിൽ തന്നെ ഈ രൂക്ഷമായ വെള്ളക്കെട്ടും കാര്യങ്ങളും വന്നിരുന്നത്. ഏതായാലും പരീക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ ദിവസങ്ങളിൽ അത്രയും ഒന്നും വന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴ രാത്രിയിൽ ഉണ്ടായതാണ്. നഗരത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആ സമയത്ത് കനത്ത മഴയെ തുടർന്ന് കുറച്ചു നേരം ഒരു വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു എന്നതൊഴിച്ചാൽ പക്ഷേ അതെല്ലാം തന്നെ പെട്ടെന്ന് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. കുറേയെങ്കിലും ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കൊച്ചിൻ കോർപ്പറേഷന് അടക്കം സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര എന്ന് അറിയണമെങ്കിൽ ഈ മഴ അതിൻ്റെ ഒരു തീവ്രതയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് നഗരം പരീക്ഷിക്കപ്പെടുന്നത്. എത്ര കണ്ട് ശുചീകരണ പ്രവർത്തനം നടത്തിയാലും പലപ്പോഴും ചില ഭാഗങ്ങളിലെങ്കിലും വെള്ളക്കെട്ട് അതേ രീതിയിൽ തന്നെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പൊതുവിലുള്ള ഒരു കാലാവസ്ഥ പോലെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പകൽ സമയത്ത് വലിയ രീതിയിലുള്ള ഇപ്പോൾ പുലർച്ചെ ഈ രീതിയിൽ മഴയൊന്നും കാര്യമായ രീതിയിലുള്ള, രാത്രിയിൽ
ചെറിയ രീതിയിൽ മഴ കിട്ടുന്ന രീതിയിലേക്കാണ് നിലവിലത്തെ ഒരു അവസ്ഥ. പക്ഷേ ഒരു 4 ദിവസത്തിനകം കാലവർഷം എത്തും, വളരെ ശക്തമായൊരു മഴയ്ക്ക് സാധ്യത എന്നതെല്ലാം തന്നെ പറയുമ്പോൾ ഇപ്പോഴും പലയിടങ്ങളിലും എല്ലാം തന്നെ കാനകളുടെ ഒഴുക്ക് സുഗമമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലയിടത്തും തന്നെ നടക്കുന്നുണ്ട്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൗത്ത് ഭാഗങ്ങളെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ എത്ര കണ്ട ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും നിർമ്മാണത്തിലെ പല രീതിയിലുള്ള അശാസ്ത്രീയതകളുണ്ട്. പ്രത്യേകിച്ച് പുതുതായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും തന്നെ ഇത് കണ്ണും പൂട്ടിയുള്ളതാണെന്ന് പറയേണ്ടി വരും. അത് വെള്ളം ഒഴുകിപ്പോകുന്നോ, മഴ പെയ്യുമോ, അത് തടസ്സപ്പെടുമോ, വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും, ഇതൊന്നും കാര്യമായി ആരും തന്നെ ആലോചിക്കാറില്ല. മഴ പെയ്ത് നിറയുമ്പോൾ മാത്രമാണ് എവിടെയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് പരിശോധിക്കാൻ പോലും മെനക്കെടുന്നത്. ഏതായാലും വലിയ തീവ്ര മഴയിലേക്ക് എത്തിയിട്ടില്ല. അതൊരു വരും ദിവസങ്ങളിൽ ഉണ്ടാകുമ്പോൾ വലിയ മഴക്കെട്ടിലേക്ക് ഏതെല്ലാം പതിവ് സ്ഥലങ്ങളിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കോർപ്പറേഷൻ അധികൃതർ അവകാശപ്പെടുന്നത് എത്രത്തോളം എന്ന് വരും ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കാം. മറ്റൊന്ന് ഉള്ളത് തീരമേഖലകളാണ്. മഴയുടെ ഒരു ശക്തി കൂടുമ്പോൾ നമ്മൾ പശ്ചിമ കൊച്ചിയുടെ തീരമേഖലകൾ വലിയ രീതിയിൽ തന്നെ അതിൻ്റെ രൂക്ഷത അനുഭവിക്കാറുണ്ട്. ഏതായാലും അവിടെ ഇപ്പോൾ വലിയൊരാശ്വാസം എന്ന് പറയുന്നത് ചെല്ലാനത്തെ വലിയൊരു ഭാഗം കടൽഭിത്തി നിർമ്മാണം പോയ സർക്കാരിൻ്റെ കാലത്ത് രൂപീകരിച്ചു. അതുകൊണ്ട് കഴിഞ്ഞ സീസണിലെല്ലാം തന്നെ ഉള്ളൊരു ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ കണ്ണമാലി മുതൽ തിരിച്ചിങ്ങോട്ടുള്ള ഭാഗത്തും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ സീസണിൽ അത് തീരില്ല. പക്ഷേ ഇതിൽ കുറേയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ളൊരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ആ തീരമേഖലയിൽ ഏതെങ്കിലും രീതിയിൽ കടൽ കയറ്റം ഉണ്ടാകുമ്പോൾ മാറ്റി പാർപ്പിക്കേണ്ട ഇടങ്ങൾ, ആ സ്ഥലങ്ങളെല്ലാം തന്നെ അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, അത് കണ്ടുവയ്ക്കാനടക്കമുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗമടക്കം നടന്നിരുന്നു. അത് പശ്ചിമ കൊച്ചിയുടെ കാര്യത്തിൽ മാത്രമല്ല, വൈപ്പിനിലേക്ക് പോകുമ്പോഴെല്ലാം ഇതേ രീതിയിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ അവിടെ അനുഭവപ്പെടാറുണ്ട്. കടൽഭിത്തി തകർന്ന മേഖലകളുണ്ട്. അവിടെയൊന്നും ഇതുവരെയും ഒരു കാര്യമായ രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല. മഴക്കാലം കാലവർഷം രൂക്ഷമാകുമ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ മണൽവാട കെട്ടുന്ന പതിവ് മാത്രമാണുള്ളത്. പക്ഷേ അതുകൊണ്ടെല്ലാം എത്രത്തോളം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുമെന്നതെല്ലാം നമ്മൾ പോയ വർഷങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ്. കാര്യമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഈ ഭാഗങ്ങളിൽ വേണ്ടിയിരിക്കുന്നു. ഏതായാലും മഴ മുന്നറിയിപ്പ് ജില്ലയിലുണ്ട്. മഴയുടെ ഒരു ശക്തിയിലേക്ക് ആ ജില്ലയിൽ ഇതുവരെ ഒരു കാര്യങ്ങൾ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുന്നു. അതിൽ മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളും എത്രത്തോളം നന്നായി നടത്തിയിട്ടുണ്ട് എന്നതുകൂടി വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. അതെ, കൊച്ചിയിലെ കാര്യങ്ങൾ നമ്മൾക്ക് എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിയുന്നതുവരെ കാത്തിരിക്കാം. ഉണ്ടാകരുത് മോശം സാഹചര്യമെന്ന് ആശംസിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ ജയരാജ് ബത്തേരിയിൽ ചേരുന്നുണ്ട്. ജയരാജ്, ഈ നമ്മൾ മഴക്കാലത്തെ വയനാടൻ കാഴ്ച മനോഹരമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു ആദിയുണ്ട്. വയനാട്ടിൽ എന്താണ് സാഹചര്യം? കുറച്ച് ദിവസങ്ങളിലായിട്ട് വയനാട്ടിലെ ചില ഇടങ്ങളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. വയനാടിനെ സംബന്ധിച്ച് കാലാവസ്ഥയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വർഷം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വയനാട്ടിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തന്നെ ജില്ലയിൽ കാലവർഷ മുന്നൊരുക്കങ്ങൾ അതീവ ജാഗ്രതയോടെ ഊർജിതമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മുൻവർഷങ്ങളിൽ ജില്ലയിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വ്യാപകമായ മണ്ണിടിച്ചിലുകളും ഉണ്ടാക്കിയ വൻ നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ കൂടുതൽ മുൻകരുതലുകളോടെ തന്നെ അധികൃതർ പ്രതിരോധ നടപടികൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനായി താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രത്യേക കൺട്രോൾ റൂമുകൾ ഇതിനോടൊപ്പം തന്നെ തുറന്നു കഴിഞ്ഞതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ റവന്യൂ അധികൃതരും ഫയർഫോഴ്സും മറ്റ് അടിയന്തര ദുരന്ത നിവാരണ വിഭാഗങ്ങളും പൂർണ്ണ സജ്ജരാണെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന മറ്റ് മലയോര മേഖലകളിലുമെല്ലാം തന്നെ ഇത്തവണ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മഴ ശക്തമാകുന്ന മുറയ്ക്ക് ജനങ്ങളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ടെത്താനുള്ള നടപടികളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് യാത്രാ സുരക്ഷ മുൻനിർത്തി ചുരം മേഖല ഉൾപ്പെടെയുള്ള മലയോര പാതകളിൽ ആവശ്യമെങ്കിൽ രാത്രികാല യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്ന സഞ്ചാരികൾക്കും നിലവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഭരണകൂടം നൽകിയിട്ടുള്ളത്. കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീഴുന്നത് തടയാൻ റോഡരികിലും പൊതുസ്ഥലങ്ങളിലും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങളും ചില്ലകളും ഒക്കെ അടിയന്തരമായി മുറിച്ചു മാറ്റാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ KICBക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ വയനാട്ടിലെ ജനങ്ങൾ പൂർണ്ണമായും
ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ ജില്ലയിലെ തോടുകളിലും പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിലും ഇറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഏത് സമയത്തും കൺട്രോൾ റൂം നമ്പറുകളിൽ 24 മണിക്കൂറും ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളും ഒക്കെ മുന്നൊരുക്കങ്ങളായി ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മഴ ശക്തമായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴയും ഇടിയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഇടി കൂടുതലാണ്, നമ്മൾ ഇടിയുമിന്നും സാധാരണയിൽ നിന്നും കൂടുതലാണ് കണ്ടുവരുന്നത്. എന്തായാലും ഇപ്പോ വയനാട് ശാന്തമാണ്. ഒരുപക്ഷെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നടപടി എന്ന രീതിയിലാണ്. പക്ഷെ യെല്ലോ അലർട്ട് ഉള്ള സാഹചര്യത്തിൽ തന്നെ ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞ് മഴ ശക്തമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ടായിരുന്നു. റൈറ്റ്. എന്നാലും വയനാട്ടിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യമുണ്ടെന്നാണല്ലോ മുന്നൊരുക്കങ്ങൾ വേണ്ടതുപോലെ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസിലേക്ക് കൂടി പോവുകയാണ്. പ്രിൻസ്, മലയോര മേഖലയിലുള്ള യാത്രകളൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? ഇടുക്കിയിൽ എന്താണ് സാഹചര്യം? നിലവിൽ ഇടുക്കിയിൽ ശക്തമായൊരു മഴ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേരിയ മഴ വിവിധ മേഖലകളിൽ, അതായത് ഒറ്റപ്പെട്ട മഴ പെയ്തിരുന്നെങ്കിൽ പോലും അതിശക്തമായ ഒരു കാലവർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. ഇടവിട്ട് ചെറിയ തോതിലുള്ള മഴയാണ് പെയ്യുന്നത്. ചാറ്റൽ മഴയ്ക്ക് മാത്രമേ പെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക നിലവിലത്തെ സാഹചര്യത്തിലില്ല. എങ്കിലും മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും കാലവർഷത്തിന്റെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മുൻകൂട്ടി തന്നെ റോഡരികിൽ നിൽക്കുന്ന അപകടാവസ്ഥയിലുള്ള മരങ്ങളൊക്കെ മുറിച്ചു നിൽക്കുന്നതിനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പല മേഖലകളിലും ഇത്തരം മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള അപകടങ്ങൾ മുൻ വർഷങ്ങളൊക്കെ ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം യാത്രകളിലൊക്കെ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ മൂലമുള്ള അപകടസ്ഥിതിയൊക്കെ ഉള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട്. ഒപ്പം KCB അടക്കമുള്ള വിവിധ വകുപ്പുകളും മഴക്കാലം മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം ഗ്രാമപഞ്ചായത്തുകളും സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ മുന്നൊരുക്കങ്ങളൊക്കെയാണ് നടത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മഴ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും കാര്യമായൊരു മഴ ആരംഭിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ തമിഴ്നാട് അതിർത്തി മേഖലകളിലൊക്കെ ശക്തമായ മഴ ലഭിച്ചിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ മഴ ശക്തമാകാത്തൊരു സാഹചര്യം, അപകട സാധ്യതകൾ കുറവാണെങ്കിലും വരും മണിക്കൂറുകൾ മഴ ശക്തമാകും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. എങ്കിലും ശക്തമായ ഒരു മഴ അതിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടില്ല. റൈറ്റ്. എന്നാലും ഇടുക്കിയിലും സാഹചര്യം ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വലിയ തോതിൽ മഴ ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും സംസ്ഥാനത്ത് പരക്കെ മഴ പെയ്യും. കാലവർഷം താഴ്ന്നെത്തി. അതിൻ്റെ മുൻകരുതൽ എല്ലാവരും എടുക്കുക എന്ന് മാത്രം പറയുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്ന് CPMന് വലിയ തിരിച്ചടി. സംഭവം രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്ന് കോടതി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചുകൊണ്ടുള്ള വിധിയിലാണ് കോടതിയുടെ പരാമർശങ്ങൾ. പെട്ടെന്നുണ്ടായ ആക്രമണത്തിന്റെ ഭാഗമല്ല ഇതെന്നും നടന്നത് ആസൂത്രിത ആക്രമണം ആണ് എന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി പറയുന്നു. വാടക കാറുകൾ നശിപ്പിച്ചത് പൊതുമുതൽ നശിപ്പിച്ച വകുപ്പിൽ വരുമെന്നും കോടതി വ്യക്തമാക്കി. ആകെ 25 പ്രതികളാണ് അറസ്റ്റിലായത്. 3 പേർ നിലവിൽ കസ്റ്റഡിയിൽ ഉണ്ട് എന്നും സൂചനയുണ്ട്. സാരംഗ് വീണ്ടും ചേരുന്നുണ്ട്. സാരംഗ്, ഈ CPMന്റെ പ്രതിരോധങ്ങളെ അതിനെ രൂക്ഷമായി വിമർശിക്കുകയാണല്ലോ കോടതി. കാരണം അതിൽ രാജ്യത്തിനെതിരെ എന്നുള്ള പ്രയോഗം മാത്രമല്ല, ആസൂത്രിതമായിട്ടുള്ള നീക്കം, ഇങ്ങനെ വളരെ രൂക്ഷമായി തന്നെ കോടതി കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ? തീർച്ചയായും. കാരണം ഈ ഒരു ജാമ്യാപേക്ഷ നിരസിച്ചത് അല്ലെങ്കിൽ തള്ളിയത് സ്വാഭാവികമാണ്. കാരണം ജാമ്യം ലഭിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും നിലനിന്നിരുന്നില്ല. അപ്പോൾ പോലും പ്രതിഭാഗം മുന്നോട്ട് വെച്ചത് ED ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലായിരുന്നില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങവെയാണ്. ഒപ്പം ഈ ഒരു വാടക കാർ നശിപ്പിച്ചത് പൊതുമുതൽ നശിപ്പിച്ച വകുപ്പിൽ വരില്ല എന്നടക്കമുള്ള വാദങ്ങളായിരുന്നു പ്രധാനമായും ഈ ഒരു പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കാരണം ഈ ഒരു ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളൊരു നീക്കം, അത് കേന്ദ്ര ഏജൻസിയാണ്, പ്രധാനപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥരെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് അത് രാജ്യത്തിനെതിരായ ഒരു കുറ്റകൃത്യമായി തന്നെ കാണണം. ഒപ്പം ഈ ഒരു സംഘടിതമായിട്ടുള്ളൊരു ആക്രമണമാണ്. അതായത് പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൻ്റെ പുറത്ത് ഉണ്ടായ ഒരു ആക്രമണമല്ല എന്ന കാര്യം ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാരണം എല്ലാവിധ ദൃശ്യമാധ്യമങ്ങളിലും ഇതിൻ്റെ ആക്രമണത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസിൻ്റെ ക്യാമറകളിലും ഇത് കൃത്യമായി ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്ന കാര്യത്തിലും കൃത്യമായ തെളിവുകൾ ഈ ഒരു വാദിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമുണ്ട്. മാത്രമല്ല ഡ്രൈവർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു, വലിയ രീതിയിലുള്ള നാശനഷ്ടം കാറുകൾക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പ്രധാനമായും ജാമ്യം ലഭിക്കുക അല്ലെങ്കിൽ ജാമ്യം നൽകുക എന്ന് പറയുന്നത് ഈ ഒരു അന്വേഷണത്തിനെ കാര്യമായി ബാധിക്കും. കാരണം
പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 25 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 300ഓളം പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം നൽകുകയാണെന്നുണ്ടെങ്കിൽ, മാത്രമല്ല പ്രതികളെല്ലാം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ CPM-ന്റെ ശക്തമായ പ്രവർത്തകരും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം യാതൊരു വിധത്തിലും നൽകാൻ കഴിയില്ല. മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് പ്രധാനമായും ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റ് പ്രതികൾക്കടക്കം, അതായത് ഇതിൻ്റെ ആക്രമണത്തിലെ പല ഘട്ടങ്ങളിൽ, അതായത് തുടക്കത്തിൽ ആക്രമണം നടത്തിയ അല്ലെങ്കിൽ വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അടക്കം ആക്രമണം നടത്തിയതും പിന്നീട് ചെറിയ രീതിയിൽ ഈ ഒരു ആക്രമണത്തിന് പിൻപറ്റി നിന്ന പലരും ഈ കേസിൽ ഇനിയും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അവരെല്ലാം ഈ കേസിൽ പ്രതികളാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അവരുടെ ജാമ്യാപേക്ഷയും ഇതേപോലെ തന്നെ സ്വാഭാവികമായി തള്ളിപ്പോകാനും കേന്ദ്ര ഏജൻസി ആക്രമിച്ച കേസിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ, അതായത് വധശ്രമത്തിനും ഒപ്പം ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തുക തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ഈ കേസിൽ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയ രീതിയിലുള്ള സമ്മർദ്ദം കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിനുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കാരണം പോലീസ് നിലവിൽ പ്രതിക്കൂട്ടിലാണ്. കാരണം ആ സമയത്ത് രാവിലെ മുതൽ ആരംഭിച്ച ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാനും പോലീസിന് സാധിച്ചില്ല. ആ പ്രവർത്തകരെ കൃത്യമായി അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരിലുള്ള പോലെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അവരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഉദ്യോഗസ്ഥരെ ആക്രമണത്തിന് ഇട്ടുകൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യത്തിലേക്കായിരുന്നു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നീക്കം. അതിലും വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ള എന്തിനായാലും ഈ ഒരു ജാമ്യം നിഷേധിച്ച ഒരു കാര്യം അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണം വളരെ നിർണായകമാണ്. കാരണം വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണ പുരോഗതിയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു നിരീക്ഷണം അടക്കം ഈ ഒരു കേസിൽ വലിയ രീതിയിലുള്ള ഒരു പരിഗണനയ്ക്ക് വരാനും സാധ്യതയുണ്ട്. എന്തിനായാലും മറ്റു പ്രതികളും ഇനിയും 3 പ്രതികൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യും. മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എൽദോ റൈറ്റ്. സാരംഗ് സുധാകരനാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. മാസപ്പടി കേസിൽ CMRL-നും ED-ക്കും നാളെ നിർണായകമാണ്. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRL-ന്റെ ഹർജി നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്. അതേസമയം ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതടക്കം കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ കോടതിയെ അറിയിക്കും. ജസ്റ്റിസ് രാജവിജയരാഘവന്റെ ബെഞ്ചാകും ഈ കേസ് പരിഗണിക്കുക. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെയാണ് കേരളം കണ്ട റെയ്ഡ്, പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. അങ്ങനെ എന്നാലും ഇപ്പോൾ വീണ്ടും കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ED എങ്ങനെയൊരു നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. എൽദോ, ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ED നേടുമ്പോൾ അതിൽ തൊട്ടടുത്ത ദിവസങ്ങൾ കോടതി അവധി ദിവസങ്ങളായിരുന്നു എന്നതെല്ലാം തന്നെ ശ്രദ്ധേയമായിരുന്നു. ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് പരിമിതമായ സമയത്തിനുള്ളിൽ തന്നെ ED വളരെ സംഘടിതമായിട്ട് തന്നെ ഈ പരിശോധനകളെല്ലാം തന്നെ അവർക്ക് പൂർത്തീകരിക്കാനെല്ലാം തന്നെ കഴിഞ്ഞിരുന്നു എന്നാണ്. വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം തന്നെ പരിശോധനകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാരണം കോടതി വിധി ഏറെക്കുറെ ഒരു അനുകൂലമാകുന്നൊരു പശ്ചാത്തലത്തെക്കുറിച്ച് നിയമവൃത്തങ്ങളിൽ ആ സമയത്ത് തന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നു. കാരണം ഈ അന്വേഷണ ഏജൻസികൾ, 2 അന്വേഷണ ഏജൻസികൾ സമാന രീതിയിൽ അന്വേഷണം നടത്തുന്നു. അതിൻ്റെ സാങ്കത്യമാണ് ചോദ്യം ചെയ്തത്. പക്ഷെ അതൊരിക്കലും കോടതി അത് മുന്നിൽ കണ്ടുകൊണ്ട് തടയുക എന്നത് ഒരു അപ്രായോഗിക കാര്യമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്നും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഉടൻ നടത്താനും അടക്കം ED നോക്കിയിരുന്നത്. ഏതായാലും അത് അവർ നിശ്ചയിച്ച പോലെ തന്നെ റെയ്ഡും പരിശോധനകളും എല്ലാം തന്നെ അത് നടക്കുകയും ചെയ്തു. വിവിധ രേഖകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ CMRL വീണ്ടും അതിൽ കോടതിയെ സമീപിച്ചു. കാരണം ഇത് നീതീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ളതല്ല ഇപ്പോഴത്തെ ഈ പരിശോധനകൾ. കാരണം അവർ വീണ്ടും ഉയർത്തുന്ന വാദങ്ങൾ സമാന രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് SFIO എന്ന ഏജൻസി നടത്തുന്നത്. കേന്ദ്ര ഏജൻസി തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തുന്നത്. അപ്പോൾ അത് തന്നെയാണ് EDയും ചെയ്യുന്നത്. ED ചെയ്യുന്നത് അവരെന്തോ ചെയ്യുന്നു, അത് തന്നെയാണ്, അതിൻ്റെ തുടർച്ച തന്നെയാണ് നടത്തുന്നത് എന്നതടക്കമുള്ള വാദമുഖങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഹൈക്കോടതിയിൽ അവർ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നടത്തുന്ന അന്വേഷണങ്ങൾ
നീതീകരിക്കാൻ കഴിയുന്നതല്ല. യാതൊരുവിധ തെളിവുകളും ED പറയുന്ന കാര്യങ്ങൾ, ED കള്ളപ്പണ ഇടപാട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അതിന് തക്കതായ യാതൊരു തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ തങ്ങൾ ചെയ്തിട്ടുമില്ല. വീണ വിജയൻ്റെ കമ്പനിയുമായിട്ട് ആ രീതിയിലുള്ളൊരു ഇടപെടലും തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ED ഉന്നയിക്കുന്നത് അനാവശ്യമായ ചോദ്യങ്ങളും കാര്യങ്ങളുമാണ്. ED പറയുന്ന അടിസ്ഥാനരഹിതമായ വസ്തുതകളെ മുൻനിർത്തിയാണ് EDയുടെ ഒരു അന്വേഷണം പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ CMRL ഉയർത്തിക്കൊണ്ടുവരുന്നത്. മുതിർന്ന അഭിഭാഷകരെ അടക്കം ഈ വരും ദിവസങ്ങളിലുള്ള വാദങ്ങളിലെല്ലാം തന്നെ നമുക്ക് CMRLന് വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ അതേസമയം ED ഇപ്പോൾ പരിശോധനയിൽ അവർക്ക് ബോധ്യമായ കാര്യങ്ങൾ, അവർ കണ്ടെടുത്ത കാര്യം, കാരണം കുറച്ച് രേഖകളും ഡിജിറ്റൽ കാര്യങ്ങളുമെല്ലാം തന്നെ പരിശോധനയ്ക്ക് വേണ്ടി കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വസ്തുതകളുടെ വിശദാംശങ്ങളടക്കം ഹൈക്കോടതിയെ മുദ്രവെച്ച കവറിൽ അറിയിക്കും. അതിന് അത്രത്തോളം തന്നെ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ അവർക്ക് നേരെ നടന്ന അതിക്രമം തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ, എന്തിന് തങ്ങളെ ഈ ഇത്തരം ഒരു പരിശോധനയ്ക്ക് വന്നപ്പോൾ സംഘം ചേർന്ന് അവിടെ ഒരു ആക്രമണം തങ്ങൾക്കെതിരെ നടന്നു, അത്തരം കാര്യങ്ങളിലുള്ള EDയുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണവും അടക്കമുള്ള കാര്യങ്ങൾ മുദ്രവെച്ച കവറിൽ സമർപ്പിക്കും. ഇപ്പോൾ സംഭവിക്കുന്നത് EDയെ അവരുടെ ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേസിലെ ഓരോ ചലനവും നടക്കുന്നത് എന്നതാണ്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ മിക്കവാറും അതിൽ അവർക്ക് വേണ്ടി ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രത്തോളം ഒരു സങ്കീർണമായ രീതിയിൽ, ഗൗരവതരമായ രീതിയിൽ ED ഈ കേസിനെ സമീപിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരും. ഹൈക്കോടതിയിൽ 5ാമത്തെ ഐറ്റമായിട്ടാണ് പരിഗണനയ്ക്ക് വരുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഇനി നമ്മൾ കാണുന്നത് നിയമയുദ്ധം തന്നെയായിരിക്കും. അത് EDക്ക് ഇതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കും. കാരണം ഇത് പൊതുമധ്യത്തിൽ വളരെയധികം ചോദ്യങ്ങൾ ഉയർത്തിയതടക്കമുള്ള ഒരു കേസായിട്ടിത് മാറുന്നുണ്ട്. അതുകൊണ്ട് EDക്ക് അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണം. തങ്ങൾ ഊഹാപോഹങ്ങളുടെ പേരിലല്ല അവിടെ പരിശോധന നടത്തിയത്. അവിടെ തങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കോടതിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് തെളിവുകൾ എന്നതെല്ലാം തന്നെ കോടതി മുൻപാകെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി ഡാനി, തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യയിലെ വാർത്താ ചാനലുകളിലും പത്രത്താളുകളിലും ഇന്ന് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന, പലരിലും ഭയവും ആകാംക്ഷയും ഒരുപോലെ ജനിപ്പിക്കുന്ന രണ്ടക്ഷരങ്ങളാണ് ED അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയ പ്രമുഖരുടെ വീടുകളിലെ റെയ്ഡുകൾ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടിച്ചെടുക്കൽ, ബിസിനസ് ഭീമന്മാരുടെ അറസ്റ്റുകൾ തുടങ്ങി ഇന്ത്യൻ വാർത്താ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന മിക്ക സംഭവങ്ങൾക്കും പിന്നിൽ ഈ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതെന്നും രാഷ്ട്രീയ വേട്ടയാടലുകൾക്കായി ഈ ഏജൻസി ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുമുള്ള ചോദ്യങ്ങൾ ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ പോലും സജീവ ചർച്ചയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ ഏജൻസിയുടെ ഉള്ളറകളിലേക്കും പ്രവർത്തന രീതികളിലേക്കും നമുക്കൊരന്വേഷണം നടത്താം. ഇന്ത്യൻ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും കർണാടക മുഖ്യമന്ത്രിയായി ജൂൺ 3 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ DK ശിവകുമാറിനെ ഗവർണർ ക്ഷണിച്ചു. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട DK ശിവകുമാർ ഇന്നലെ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. ഗവർണറെ സന്ദർശിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഒപ്പമാണ് DK ലോക് ഭവനിലെത്തി ഗവർണർ തവർചന്ദ് ഗെഹ്ലോത്തിനെ കണ്ടത്. കേരള രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയായ തിരുത്തൽ ശക്തി, മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് നിയമസഭയെ വിറപ്പിക്കുന്ന ജനനായകൻ മുഖ്യമന്ത്രി VD സതീശന് ഇന്ന് 62ാം ജന്മദിനമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് ഇന്ന് UDFന്റെ അമരക്കാരനായി ശോഭിക്കുന്ന VD സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വളർച്ച അത് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു.
കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നതിൽ വി.ഡി. സതീശനോളം പോന്ന മറ്റൊരു നേതാവ് സമകാലിക കേരള രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് സംശയമാണ്. വാക്കുകളിലെ മിതത്വവും നിലപാടുകളിലെ കാർക്കശ്യവുമാണ് സതീശനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന പദവിയിലിരുന്ന് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അദ്ദേഹം പുറത്തെടുത്ത തന്ത്രങ്ങൾ അത്രമേൽ കൃത്യതയുള്ളതായിരുന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന വി.ഡി. സതീശൻ കലാലയ രാഷ്ട്രീയത്തിലൂടെയാണ് ഉയർന്നുവന്നത്. നിയമബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം ഹൈക്കോടതിയിൽ അഭിഭാഷകനായി തിളങ്ങുമ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു സതീശന്റെ മനസ്സ്. 2001 പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് സതീശൻ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. പിന്നീട് പറവൂരിന് സതീശനല്ലാതെ മറ്റൊരു ജനപ്രതിനിധിയെ ചിന്തിക്കാൻ പോലുമായില്ല. പ്രളയകാലത്ത് പറവൂരിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം നടപ്പിലാക്കിയ പുനർജനി പദ്ധതി സതീശൻ എന്ന ജനനായകന്റെ ഭരണാധികാര മികവിന്റെയും മാനവികതയുടെയും നേർക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കോൺഗ്രസിൽ കഠിനാധ്വാനവും പാർലമെന്ററി രംഗത്തെ മികവും കൊണ്ട് മാത്രമാണ് വി.ഡി. സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവിയിലേക്കും പിന്നീട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്കും ഒടുവിൽ കേരള മുഖ്യമന്ത്രി പദവിയിലേക്കും എത്തിയത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. വായനയും പുസ്തകങ്ങളെയും പ്രണയിക്കുന്ന സതീശൻ രാഷ്ട്രീയത്തിലെ സൗമ്യനായ കഠിനാധ്വാനിയാണ്. വിമർശനങ്ങൾക്കും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കുമപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന നേതാവ് കൂടിയാണ് വി.ഡി. സതീശൻ. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ വി.ഡി. സതീശന്റെ നിർദ്ദേശം. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. വിഷയത്തിൽ മുഖ്യമന്ത്രിയോ ഓഫീസോ പരാതി നൽകിയിരുന്നില്ല. പുറമേ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സസ്പെൻഷൻ. വിരമിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെയാണ് അധ്യാപകനെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ഈ സാഹചര്യം പരിഗണിച്ചാണ് സസ്പെൻഷൻ പിൻവലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ ഭർതൃമതികളായ യുവതികളുടെ ആത്മഹത്യ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നതാണ്. ഒരാഴ്ചക്കിടെ മാത്രം 4 പേരാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. ഗാർഹിക പീഡന പരാതികളാണ് മിക്ക സംഭവങ്ങളിലും ഉയരുന്നത് എങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. വിഷയത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നും ആവശ്യമുയരുന്നു. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഭർതൃമതികളായ 4 പേരാണ് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയേണ്ടി വരും. ഫാത്തിമത്ത് സുബൈദ എന്ന് പറയുന്ന 27 വയസ്സുകാരിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ആസിഡ് കഴിച്ച്, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ആസിഡ് കഴിച്ച് ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം സെറീന എന്ന് പറയുന്ന 24 വയസ്സുകാരി 4 വർഷം വിവാഹ വാർഷികം 4ാം വാർഷികം ആഘോഷിക്കുന്നതിനിടെ ഇത്തരത്തിൽ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് അശ്വതി എന്ന് പറയുന്ന 24 വയസ്സുകാരി, അതായത് കാസർകോട്ടെ ഒരു നഴ്സാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 3 ആഴ്ച മാത്രമേ ആയുള്ളൂ ജീവനെടുക്കുന്ന സാഹചര്യമുണ്ടായി. കർമ്മന്തൊടിയിലെ സൗവർണിക എന്ന് പറയുന്ന 41 വയസ്സുകാരിയാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. എന്നാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ഇതിൽ നിയമ നടപടി എത്രത്തോളം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലാകെ ഇത്തരം സംഭവങ്ങളുണ്ടായിട്ടും ഇതിൽ സുബൈദയുടെ കേസിൽ മാത്രമാണ് ഭർത്താവായ ആദിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. മറ്റ് കേസുകളിലൊന്നും തന്നെ പോലീസിന് 2 സംഭവങ്ങൾ, അതായത് സെറീനയുടെയും സുബൈദയുടെയും ഈ ജീവനൊടുക്കിയ സംഭവത്തിൽ അവരുടെ ഭർത്തൃ വീട്ടിലെ പീഡനമാണെന്ന് പോലീസിൽ FIR തന്നെ പറയുന്നുണ്ട്. മറ്റ് 2 ആത്മഹത്യകളിലും എന്താണ് കാരണമെന്ന് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കർശനമായ നടപടികൾ വേണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. നമ്മോടൊപ്പം നാഷണൽ വുമൻസ് ലീഗ് സംസ്ഥാന സെക്രട്ടറി അസീന തന്നെ ചേരുകയാണ്. ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഇല്ല എന്ന് തന്നെ പറയാം. നമുക്കെല്ലാ സൗകര്യങ്ങളുണ്ട്, എല്ലാ സിസ്റ്റമുണ്ട്, പക്ഷേ അതിന് കാര്യക്ഷമമായ പ്രവർത്തനം നടക്കുന്നില്ല. വനിതാ സെല്ലുണ്ട്, വനിതകൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്, പക്ഷേ കാര്യക്ഷമമായ പ്രവർത്തനം നടക്കില്ല. പ്രത്യേകിച്ചിട്ട് കാസർഗോഡ് എന്ന് പറയുന്നത് ഒരു പിന്നോക്ക ജില്ലയാണ് എന്നാണ് പറയപ്പെടുന്നത്, പിന്നോക്ക ജില്ലയെന്ന്. പ്രത്യേകിച്ച് ആ ഒരു ജില്ലയിൽ ഒരു ചിറ്റമ്മ നയം ഈ ഒരു കാര്യത്തിലും ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഒരാഴ്ചയിൽ ഇത് 4ാമത്തെ ആത്മഹത്യയാണ്. അപ്പോൾ ഈ ഒന്ന് ശരിയാക്കാത്ത പോലെ മറ്റേതും കൂടി ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഇപ്പം ഈ ഒരു
സമയത്ത് തന്നെ ഒന്നുകൂടി അറിയാനിടയായി. സൗപർണിക, കാറെടുക്കുക സൗപർണിക, സുഫൈദാൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അവരൊരു പ്രണയ വിവാഹം ആയിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത്. സ്ത്രീധനം ചോദിച്ചുകൊണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അന്ന് പോലും ശാരീരിക പീഡനം അനുഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി കുട്ടിയെ മർദ്ദിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ? നമുക്ക് ഉറപ്പാകുന്ന നീതി ആ കുട്ടിക്ക് കിട്ടണം. അതുകൊണ്ട് എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ സാമൂഹ്യക്ഷേമ മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഈ കുട്ടികളുടെ നീതിക്ക് വേണ്ടി ഞങ്ങൾ അവരോടൊപ്പം തന്നെ ഉണ്ടാകും. എന്തായാലും സാമൂഹ്യക്ഷേമ വകുപ്പ് ഉൾപ്പെടെ ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം തന്നെയാണ് ഉയരുന്നത്. ബോധവൽക്കരണം ഇതിൽ ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം ഇതിൽ നിയമ നടപടി ശക്തമാക്കണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഉയരുന്നു. കാസർഗോഡ് നിന്നും KV ബൈജു, ന്യൂസ് 18. അന്തരിച്ച മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കോതമംഗലം ചേലാടിലുള്ള സെന്റ് സ്റ്റീഫൻസ് പള്ളിയിലാണ് സംസ്കാരം. മുഖ്യമന്ത്രി VD സതീശൻ വസതിയിലെത്തി ഇന്നലെ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്, വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക സംഘടനാ നേതാക്കൾ എന്നിവരും വീട്ടിലെത്തിയിരുന്നു. കോഴിക്കോട് DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകന്റെ ശബ്ദ സന്ദേശം പുറത്തുവിട്ട് BJP നേതാവ് പ്രഫുൽ കൃഷ്ണ. തന്റെ മരണത്തിന് ഉത്തരവാദി കടത്തനാട് ലേബർ കോൺട്രാക്ടേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് ശബ്ദ സന്ദേശത്തിൽ ഇബ്രാഹിം ഹാജി ആരോപിക്കുന്നുണ്ട്. ഞാൻ മരിച്ചാൽ എൻ്റെ സന്ദേശം എല്ലാവർക്കും കൈമാറണമെന്നും മരണത്തിന് കാരണമായവരെ ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു. എൻ്റെ പൈസേൻ്റെ പ്രശ്നം ആദ്യക്കുള്ള പ്രസിഡന്റ് സുധീർ കുമാർ, രണ്ടാമത് പ്രസിഡന്റായിട്ട് വന്ന ബഷീർ അഹമ്മദ് മേമുണ്ട, സെക്രട്ടറി ബീന എന്നാണ് തോന്നുന്നത്, പെണ്ണുങ്ങൾ വെള്ളി പറഞ്ഞത്, വൈസ് പ്രസിഡന്റ് മജീദ് ഹാജി വെള്ളി പറഞ്ഞത്, ഇപ്പം വൈസ് പ്രസിഡന്റ് കമ്മന മേപ്പയ്യൂർ ഹുസൈൻ കമ്മന. 24 വരെ ഡയറക്ടറായിരുന്നു. ആര്? റിനീസ്. ഡയറക്ടറായ സമയത്താണ് ഞാൻ പൈസ കൊടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇതിൻ്റെ എല്ലാവരും പ്രതികളാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരായിരിക്കല്ല ഇതിലുള്ള ഓരെല്ലാം പിടിക്കേണ്ട കടമ ഈ പ്രതികളെ എത്രയും പെട്ടെന്ന് നടപടി എടുത്തിട്ട് ജയിലടക്കണം, കാലാകാലം ജയിലടക്കണം. അവർക്ക് എന്ത് മാറുന്നാലും എൻ്റെ ജീവിതം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവരാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി. ആൾക്ക് വില വച്ചിക്കില്ല. എൻ്റെ പൈസ തന്നാൽ ഏതെങ്കിലും പ്രശ്നത്തിൽ ഞാൻ പരിഹരിച്ച് കൊടുക്കാനും എനിക്ക് കോടതിയിൽ പോകാനോ പിടിക്കാനോ കയറാനോ പറ്റാത്ത പരിസ്ഥിതിയിലുള്ളത്. പരാതി കിട്ടിയിട്ട് ആരും ഒരു നടപടി കാത്തതുകൊണ്ട് ഈ പറഞ്ഞ സെക്രട്ടറി, പ്രസിഡന്റ്, ഡയറക്ടർ മുതൽ എല്ലാവരുടെ പേരിലും എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം. എൻ്റെ നഷ്ടപരിഹാരവും എൻ്റെ പൈസയും എല്ലാം മുഴുവൻ ഇവരെത്തുന്ന വസൂലാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും എല്ലാവരോടും ഞാൻ പറയുന്നത്. കോൺഗ്രസ് നേതാവിന്റെ വീടിന് മുന്നിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ. ഇബ്രാഹിം ഹാജി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അയച്ച വോയിസ് മെസ്സേജ് മരണമൊഴിയായി രേഖപ്പെടുത്തണം. ബാങ്ക് 1 രൂപ പോലും തിരിച്ചു നൽകിയില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് പരാതി നൽകി. ഇബ്രാഹിം ഹാജിയെ കോൺഗ്രസ് നേതാവ് ബഷീർ ഭീഷണിപ്പെടുത്തി. ബഷീർ വാഹനം പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ചികിത്സയ്ക്ക് പോലും ഇബ്രാഹിം ഹാജിക്ക് പണം നൽകിയില്ല എന്നും പ്രഫുൽ കൃഷ്ണ ആരോപിച്ചു. മലപ്പുറത്ത് മുൻകൂർ അനുമതിയില്ലാത്ത തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾ വിലക്കി ജില്ലാ കളക്ടർ. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത് മുന്നിൽ കണ്ടാണ് ഈ വിലക്ക്. വിജയാഘോഷങ്ങൾ പൊതുസമാധാന ലംഘനത്തിനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന തരത്തിൽ തുടരുന്നു. അധ്യയന വർഷം ആരംഭിക്കുന്നതിനാൽ കുട്ടികളുടെ പഠനത്തെയും മാനസിക നിലയെയും അതിരുവിട്ട ആഘോഷങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. IPL ഇന്ന് കലാശപ്പോരാണ്. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കിരീട പോരാട്ടം. ഹരി വിവരങ്ങൾ നൽകും. ഹരി, എന്താണ് പ്രതീക്ഷിക്കുന്നത് ഫൈനൽ പോരാട്ടത്തിൽ?
ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. ക്വാളിഫയർ 1 കളിച്ച 2 ടീം, ആ 2 ടീം തമ്മിലാണ് തന്നെയാണ് ഫൈനൽ കളിക്കുന്നത്. അഹമ്മദാബാദിൽ നടക്കുന്നതുകൊണ്ട് ഗുജറാത്തിന് ഒരു ചെറിയ ഫേവർ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരു ഹോം ഗ്രൗണ്ടിന് അനുകൂലമായ രീതിയിൽ പിച്ച് മാറുക എന്നുള്ളതൊന്നുമില്ല. റെഡ് സോയിൽ ആണോ ബ്ലാക്ക് സോയിൽ ആണോ മിക്സ്ചർ ആണോ എന്നുള്ള രീതിയിൽ ഇനിയും ഒരു കൺഫർമേഷൻ കിട്ടാനുണ്ട്. പ്രത്യേകിച്ച് RCB തന്നെയാണ് ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആണ്, കഴിഞ്ഞ വർഷത്തെ ജേതാക്കൾ. അവർക്ക് തന്നെയായിരിക്കും ഒരു സാധ്യത ഉണ്ടാവുമെന്ന് കണക്കാക്കുക. പക്ഷെ GTയുടെ ഒരു തിരിച്ചുവരവ് ഈ സീസണിൽ അത് തന്നെ വലിയൊരു മാറ്റമാണ്. ആ ഒരു മാറ്റം തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പ്രത്യേകിച്ച് രാജസ്ഥാൻ റോയൽസിനെ തകർത്തടിച്ചുകൊണ്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് ജയിച്ച് ഫൈനലിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ആ ഒരു ഓപ്പണിംഗ് സ്റ്റാൻഡ് സായ് സുദർശൻ ശുഭ്മൻ ഗിൽ എന്ന ഓപ്പണിംഗ് സ്റ്റാൻഡ് 167 വരെ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ഹിറ്റ് വിക്കറ്റിലാണ് സായ് സുദർശൻ പുറത്തായി ആ പാർട്ട്ണർഷിപ്പിന് ബ്രേക്ക് ആവുന്നത്. പക്ഷെ അത് തന്നെയാണ് ഗുജറാത്തിന്റെ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ അവരുടെ ഒരു ബൗളിംഗ് യൂണിറ്റും ഉണ്ട്. കഗീസ് റബാഡ, പ്രസിദ് കൃഷ്ണ, റാഷിദ് ഖാൻ ഉൾപ്പെടെയുള്ള ഒരു ബൗളിംഗ് നിര. RCBക്കും അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും അടങ്ങുന്ന ഒരു ബൗളിംഗ് നിരയും കൂടിയുണ്ട്. പക്ഷെ ഇത് സമാസമം വരുമ്പോൾ പോലും കുറച്ച് ഫേവറേറ്റ്സ് ആയിട്ട് ബാംഗ്ലൂർ നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ കാരണം ഈ ഒരു ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആയതുകൊണ്ടും ഈ സീസണിൽ ഒരു റണ്ണും പ്രത്യേകിച്ച് ക്വാളിഫയർ 1 ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റ് ഫൈനലിലേക്ക് വരുന്നതിനുള്ള കോൺഫിഡൻസ് കൂടി RCBക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും രാത്രി 7:30 നടക്കുന്ന മത്സരം സാധാരണ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിളിക്കുന്നത് കിങ് വേഴ്സസ് ദ പ്രിൻസ് കോൺടെസ്റ്റ് എന്നുള്ളതാണ്. കിങ് കോഹ്ലിയും പ്രിൻസ് ഗില്ലും തമ്മിലുള്ള ഒരു കോൺടെസ്റ്റ് ആയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത് കറങ്ങുന്നത്. എന്നാൽ പോലും ഒരു വലിയ പ്രതീക്ഷ, പ്രത്യേകിച്ച് ഈ IPL 2 പ്രധാനപ്പെട്ട ടേബിൾ ടോപ്പേഴ്സ് നിൽക്കുന്ന 2 ടീമും തമ്മിൽ ഫൈനൽ കളിക്കുമ്പോഴേക്കും അതിൻ്റെതായ ഒരു ആവേശം ഉണ്ടാകുമെന്ന് തന്നെയാണ്. എന്തായാലും അഹമ്മദാബാദിലാണ് മത്സരം നടക്കുന്നത്. ഈ പിച്ചിന്റെ കാര്യത്തിൽ മാത്രം ഈ റെഡും ബ്ലാക്കും മിക്സ്ചർ ആണോ അതോ ഏതിലായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച ഒരു ധാരണ ഇപ്പോഴും കിട്ടാനുണ്ട്. പ്രത്യേകിച്ച് റെഡ് സോയിൽ ആണെങ്കിൽ അത് ബാറ്റേഴ്സിന് അനുകൂലമായിട്ട് മാറാം. ബ്ലാക്കിനാണെങ്കിൽ സ്പിന്നേഴ്സിന്, പ്രത്യേകിച്ച് റാഷിദ് ഖാനൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ 2 ഓവറിൽ 45 റൺസൊക്കെ വഴങ്ങിയത് നമ്മൾ കണ്ടതാണ് രാജസ്ഥാൻ റോയൽസിനെതിരെ. അങ്ങനൊരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനിൽ നിന്നും അങ്ങനെ ഒരു റൺസ് ലീക്ക് ചെയ്യുന്നത് ഗുജറാത്തിന് ഒരു വലിയ ക്ഷീണം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരു തിരിച്ചുവരവൊക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈനലാണ്, കാര്യങ്ങൾ മാറും അറിയാം. ക്വാളിഫയർ 1 സംഭവിച്ചു പോകുന്ന പോലെ ആയിരിക്കില്ല. എന്തായാലും അത് തന്നെയാണ് സാഹചര്യം. അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് തന്നെ വീണ്ടും രണ്ടുപേരും ഓരോ തവണ IPL കിരീടം ജയിച്ച ടീമുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം കൂടി ആകുമ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകും. റൈറ്റ്, IPL ഫൈനൽ പോരാട്ടമാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ അൻസിബ ഇന്ന് മൊഴി നൽകും. തൃക്കാക്കര ACP ഓഫീസിലാകും മൊഴി രേഖപ്പെടുത്തുക. മുഖ്യമന്ത്രിക്ക് അൻസിബ നൽകിയ പരാതി നടപടിക്കായി DGPക്ക് കൈമാറിയിരുന്നു. ഡാനി പോൾ ചേരുകയാണ്. ഡാനി, എപ്പോഴാണ് അൻസിബ എങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? എൽദോ ഇന്ന് 10 മണിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ അൻസിബ എത്തുമെന്നാണ്, മൊഴി നൽകാൻ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസിബ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി സമർപ്പിച്ചിരുന്നു. തനിക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു അപമാനം നേരിട്ടു, തന്നെ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറി എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു അൻസിബ ഈ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇത് ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു പരാതിയാണ്. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയിലാണ് നേരത്തെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അൻസിബയെ വിളിച്ച് വരുത്തിയിരുന്നത്. അന്ന് അൻസിബയെ വിളിച്ച് ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയുടെ ഒരു വിശദാംശങ്ങൾ, അതിന്റെ ഉള്ളടക്കം, അതിനിടയായ കാരണങ്ങളെല്ലാം തന്നെ ആ പോലീസ് അന്വേഷിച്ചിരുന്നു. അവിടെ വെച്ചാണ് തനിക്ക് തന്നെ അവഹേളിക്കുന്ന രീതിയിൽ അവർ പെരുമാറും, തന്നെ മണിക്കൂറുകളോളം, ഏതാണ്ട് 3 മണിക്കൂറോളം അവിടെ പിടിച്ചിരുത്തുകയും ചെയ്യിച്ചു. തനിക്ക് തന്നെ കൊണ്ട് അവർ മാപ്പ് പറയിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരുന്നത്. തനിക്ക് മോശമായ ഒരു അനുഭവമാണ് ആ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൻസിബ പരാതി നൽകിയിരുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയാണ്. അതിന്റെ ഒരു വിശദാംശങ്ങൾ ചോദിക്കുന്നതിനോട് ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അൻസിബ താമസിക്കുന്നത്. അപ്പോൾ അവരോട് വിശദാംശങ്ങൾ പറയാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് അൻസിബ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ 10 മണിയോടെ എത്തും. അവരുടെ മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. തുടർ നടപടികളിലേക്ക് കടക്കണമോ, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ, കാര്യങ്ങൾ എന്നിവ അടക്കം സ്വാഭാവികമായും അതിൽ ലക്ഷ്മിപ്രിയയ്ക്കും മറ്റുള്ളവർക്കും എതിരെയുള്ള ഒരു പരാമർശങ്ങളും കാര്യങ്ങളും സ്വാഭാവികമായും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി പോലീസ് കടക്കും. റൈറ്റ്, ഡാനി പോൾ. ഇനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം മരുതൂർ സ്വദേശി ലതികയുടെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അനൂപും രശ്മിയുമാണ്. എല്ലാവിധ ആശംസകളും ഞങ്ങളും നൽകുന്നു ലതിക. ഇന്ന് 11ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ്
മുടപുരത്തെ രശ്മിയും ശ്രീജിത്തും. ആശംസകൾ രശ്മി ആൻഡ് ശ്രീജിത്ത്. ഇപ്പോൾ രാവിലെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നമുക്ക് 9 മണിക്ക് ചേരാം. നമസ്കാരം.